രാവിലെ തന്നെ മുട്ടം മഴയും നല്ല ഒന്നാന്തരം തണുപ്പും ഒടുക്കത്തെ വൈബും. സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ കണ്ട പോസ്റ്റ് ലക്ഷ്മി കാനാത്തെ ചേച്ചിയുടെ ദുഃഖസാന്ദ്രമായ പോസ്റ്റാണ്. പോസ്റ്റിന്റെ ആധാരം എന്താണെന്നറിയോ? 2024 ജനിച്ച കുട്ടികളിൽ 46% മുസ്ലിങ്ങൾ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അഥവാ 2024 ജനസംഖ്യ നോക്കുമ്പോഴേക്കും ആ ജനന നിരക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികളാണ്. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ വളർച്ച നെഗറ്റീവാണ്. എന്തോ ആയിക്കോട്ടെ. ലക്ഷ്മിയച്ചയെ കടം, ദാരിദ്ര്യം, പട്ടിണി ഇതിനൊക്കെ നമുക്ക് വീഡിയോ ചെയ്ത് ചാരിറ്റി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചേച്ചിയെ ഇത് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ആലോചിച്ച് നോക്കി, എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിയെ? മക്കളുണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മനുഷ്യന് ഹൃദയത്തിൽ പോസിറ്റീവായ മൈൻഡാണ്. മനസ്സമാധാനം ഉള്ളവർക്കല്ലേ തൻ്റെ ഭാര്യയെടുക്ക പോയി ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റുക. ചേച്ചി പറഞ്ഞ ഈ മക്കളുണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എല്ലാവരെയും അല്ല, പല കാരണങ്ങളെ കൊണ്ട് മക്കളില്ലാത്തവരുണ്ട്. ദൈവം അവർക്കൊക്കെ നല്ല മക്കളെ കൊടുക്കട്ടെ. ചേച്ചി വിഷമിക്കുന്ന പോലെ വിഷമിക്കുന്നവരുടെ പ്രശ്നം എന്താ? മറ്റുള്ളവനെ ഓർത്തോട്ടുള്ള വിലാപമാണ്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. ചേച്ചി, ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3 പിള്ളേരുണ്ട്. ഞാൻ ഈ സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ മാതളമൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഹിന്ദു ക്രിസ്ത്യൻ ഒരാളും എൻ്റെ ശത്രുവല്ല. പോസിറ്റീവായ മൈൻഡുണ്ട്. രാത്രി വീട്ടിൽ പോയിട്ട് ഇപ്പോൾ രാവിലെ വന്നത്. പിള്ളേർ 3 പ്രിന്റ് ചെയ്തെടുക്കുന്ന പോലെ എടുത്ത്. ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇനിയും കിടക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്? അപ്പം നമുക്കെന്ന് നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരുത്തനും നമ്മുടെ ശത്രുവല്ല. നമുക്കതുകൊണ്ട് സ്വസ്ഥമായി വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്, ഭാര്യയെടുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നല്ല ആഹാരം, ഒരു നല്ല നിമിഷം മനസ്സ് നിറയെ ചിരിച്ചിട്ടുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്തുകൊണ്ട് ചിരിക്കാതെ? എന്തുകൊണ്ടാണ്? 24 മണിക്കൂർ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ എൻ്റെ ശത്രുക്കളാണ്. അവർ ഏത് സമയം നമ്മുടെ രാജ്യം പിടിച്ചെടുക്കും. എൻ്റെ പൊന്നു ചേച്ചിയെ, കടക്കാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ കടം വിടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. പിള്ളേരില്ലാത്തവനെ സംബന്ധിച്ചോളം പിള്ളേരില്ല എന്നുള്ള അവൻ്റെ വിഷമം. രോഗമുള്ളവനെ സംബന്ധിച്ചോളം രോഗം മാറുക എന്നുള്ളതാണ്. എന്ത് മുസ്ലിം എന്ത് ഹിന്ദു, മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തുള്ള മറ്റുള്ള മനുഷ്യരെ കുറിച്ച് ഓർത്തിട്ടല്ല, അവനവൻ്റെ പ്രശ്നമാണ്. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അതുകൊണ്ട് ചേച്ചി വീണ്ടും പറയാണ്, ഈ നമ്മുടെയൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് ഇവന്മാർക്കെ ഉള്ളത്. പറഞ്ഞ മനസ്സിലായ? പിന്നെ എന്താ വേണ്ടത്? പൊട്ടാൻ പറ്റുന്ന സാധനത്തിന് മേടിച്ചു കൊടുക്കുക. എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് പറയാനുള്ളത്, മാതളം കഴിച്ചാൽ പോസിറ്റീവ് മൈൻഡുള്ള ആളുകൾക്കൊക്കെ ഉത്തേജകവും ഉന്മാദവും ഉണ്ടാവും. സ്വന്തം ജീവിതത്തിലെ ദുരിതങ്ങളടക്കം തന്റെ സൃഷ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവും. പക്ഷേ ഈ പറഞ്ഞ കക്ഷികൾക്ക് ലോകാവസാനം വരെ ഉന്മാദ ഉത്തേജനം ഉണ്ടാകാൻ ചാൻസില്ല. കാരണം അറിയോ? ആദ്യം മനസ്സ് നന്നാകണം ചേച്ചിയെ, ഹൃദയം നന്നാകണം. മറ്റുള്ളവനോടുള്ള വൈരാഗ്യ വിദ്വേഷമൊക്കെ മാറ്റി പോസിറ്റീവ് മൈൻഡ് വരുന്ന സമയത്ത് അടിപൊളിയാണ്. ചറപറ പിള്ളേർ. അതാ കഴുത്ത് കണ്ടിച്ച് പോയെന്ന് പറഞ്ഞാലും ശരി ചോദിച്ചു, എൻ്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഈ മേഖലയിൽ ചാരിറ്റി ഇല്ല. ഈ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് ഇറങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ അവനവൻ തന്നെ ചെയ്യുക. വിഷമമൊന്നും തോന്നരുത്. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വന്നതല്ല. ഈ വിഷയത്തിന് എൻ്റെ അടുക്ക് പരിഹാരമില്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും 10 രൂപ പിരിച്ച് പരിഹാരം കാണും. പിന്നെ മാർഗമില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.